ഇന്നത്തെ വീഡിയോ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം വെച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി 4 മണി പലഹാരമാണ് ഇത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ് ഇത്. വൈകുന്നേരം ചായ കുടിക്കാൻ നേരത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കിക്കണമെന്ന് തോന്നുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈസി സ്നാക്കാണ് ഇത്. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് സവാള, പിന്നെ വേണ്ടത് മല്ലിയില, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, ഇത്രയാണ് വേണ്ടത്. നമ്മൾ സവാള ഞാൻ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അത് ഇതേ രീതിയിലൊന്ന് ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കണം. ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാവേ. അങ്ങനെ 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കണവേ. അങ്ങനെ ഒരു 4 മുട്ടയ്ക്കാണ് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇനി നമുക്ക് മല്ലിയിലയും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും. ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വലിയ മസാലകളൊന്നും ചേർക്കുന്നില്ലേ, നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന മസാലകളാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി. പിന്നെ വേണ്ടത് മൈദാമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1 കപ്പ് അളവിലാണ് മൈദാമാവ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കരുത്. ആ ഒരു മുട്ടയുടെ നനവിൽ തന്നെ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. അഥവാ നമുക്ക് ഒത്തിരി ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മൈദാമാവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയേ. വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കരുത്. അഥവാ ഒത്തിരി കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ദോശമാവിൻ്റെയൊക്കെ കട്ടിയില്ലേ, അതിൽ കുറച്ചും കൂടെ കട്ടിയാവണേ. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ. വളരെ പെട്ടെന്നാണ് നമുക്കിത് ചെയ്തെടുക്കാൻ. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഈ ഒരു പരുവത്തിന് വേണേ നമ്മൾ കുഴച്ചെടുക്കാൻ. ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. അഥവാ ഒത്തിരി ലൂസായിട്ട് തോന്നിയാൽ കുറച്ച് മൈദാമാവ് ചേർത്ത് കൊടുക്കുക. അഥവാ ഒരുപാട് കട്ടിയായിട്ട് തോന്നിയാൽ നമ്മൾ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയേ. ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നതിന് ഞാനിതിൽ മല്ലിയില ചേർത്തിട്ടുണ്ട്. മല്ലിയില ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. ചിലവർക്ക് ആർക്കും മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ലേ, അതന്നേരം അങ്ങനെയുള്ളവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ ഓയിലൊന്ന് ചൂടാകാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം ഇതുപോലെ ഓരോ സ്പൂണ് വീതം നമ്മളിങ്ങനെ ഓയിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയേ. നമുക്കിത് ഓയിലോട്ട് കൈ കൊണ്ടായാലും നമുക്ക് കോഴി ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. തിളച്ച എണ്ണയിൽ നമ്മൾ സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. എങ്കിലേ ഇതിൻ്റെ ഉള്ളൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തോളെ. മുട്ടയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവേ. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടതും. അങ്ങനെ ഒരു സൈഡ് വെന്ത് വന്നിട്ട് നമ്മളത് ഓയിലിൽ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുകയും ചെയ്യുവേ. അങ്ങനെ നമ്മുടെ പൊരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാവേ. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ഓയിലിൽ നിന്ന് കോരിയെടുക്കാൻ.
അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ട ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഈസി ആയിട്ടുള്ള സ്നാക്കാണ് ഇത്. അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.